അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന് ഇനി 100 ദിവസത്തിൽ താഴെ മാത്രം. ഇതുവരെ ജീവിതത്തിൽ യോഗ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് ചെയ്യാൻ മൻ കി ബാത്തിൽ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി ഇനിയും വൈകിട്ടില്ലെന്നും അഭിപ്രായപ്പെട്ടു. ഭാരതം മനുഷ്യരാശിക്ക് നൽകുന്ന വിലയേറിയ സമ്മാനമായ യോഗ ഭാവി തലമുറകൾക്ക് വളരെ ഉപയോഗപ്രദമാകുമെന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. 10 വർഷങ്ങൾക്ക് മുൻപ് 2015 ജൂൺ 21-നാണ് ആദ്യത്തെ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചത്. 2025-ലെ യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നതാണ്. അതായത് യോഗയിലൂടെ ലോകം മുഴുവൻ ആരോഗ്യകരമാക്കാൻ നാം ആഗ്രഹിക്കുന്നു. ഇന്ന് യോഗയും ആയുർവേദവും ആരോഗ്യത്തിനുള്ള മികച്ച മാർഗമായി കണക്കാക്കി ധാരാളം യുവാക്കൾ അവ സ്വീകരിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. अब तो इस दिन ने योग के एक विराट महोत्सव का रूप ले लिया है. मानवता को भारत की ओर से यह एक ऐसा अनमोल उपहार है जो भविष्य की पीढ़ी के बहुत काम आने वाला है. साल 2025 के योग दिवस की थीम रखी गई है योगा फॉर वन अर्थ वन हेल्थ. ബ്രസീൽ സന്ദർശന വേളയിൽ ചിലി പ്രസിഡന്റുമായി ആയുർവേദത്തിന്റെ ജനപ്രീതിയെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഒരു പതിറ്റാണ്ടോളമായി യോഗയും ആയുർവേദവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന സോമോസ് ഇന്ത്യ എന്നൊരു ടീം ആയുർവേദം, യോഗ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്പാനിഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വർഷം ഏകദേശം 9,000 ആളുകൾ സോമോസ് ഇന്ത്യയുടെ വിവിധ പരിപാടികളിലും കോഴ്സുകളിലും പങ്കെടുത്തു. ടീമിന്റെ പരിശ്രമത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.